നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 203-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ പത്മഭൂഷൺ മധുരൈ ടി.എൻ. ശേഷഗോപാലിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി കച്ചേരികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്ത് സൂര്യ ഫെസ്റ്റിവലിൽ നടന്ന അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് തിരശ്ശീല വീഴുമ്പോൾ അവിടെ വച്ചിട്ടാണ് സംസാരിക്കുന്നത്. വളരെയൊന്നും വിശേഷങ്ങൾ സംസാരിച്ചില്ല. ഒരു 2-3 മിനിറ്റ് ഒരു ഓട്ടോഗ്രാഫ് എഴുതി അദ്ദേഹവുമായിട്ട് കുറച്ച് ചിത്രങ്ങൾ എടുത്തു. എപ്പടി സൗഖ്യമാ എന്നൊക്കെ തമിഴിൽ ചോദിച്ചു. എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ മറുപടിയും പറഞ്ഞു. ഒരു 2-2.5 മിനിറ്റ് മാത്രം സംസാരിച്ചു. അദ്ദേഹം കച്ചേരി കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലാണ്. കൂടുതലൊന്നും സംസാരിക്കാൻ അന്ന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ആ വിനയപൂർവ്വമുള്ള മറുപടി ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നു. നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞത്. എന്നിട്ടും ചിരിച്ചു. ഒരു 5-6 ഫോട്ടോകൾ എടുത്തപ്പോഴും അദ്ദേഹം ക്ഷമയോടുകൂടി നിന്നു. ഏറിയാലൊരു 2.5 മിനിറ്റ് സംസാരിച്ചു എന്നേ പറയേണ്ടതുള്ളൂ. അത് കഴിഞ്ഞ് തുളസീവന സംഗീതോത്സവത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു വിദ്യാധിരാജ ഹാളിൽ വെച്ച്. അന്നാണ് ശരിക്കും അദ്ദേഹവുമായി സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വരത്തിന് തന്നെ ഒരു വല്ലാത്ത പ്രത്യേകതയാണ്. മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ആലാപന ശൈലി. ഞാൻ കണ്ടൊരു പ്രത്യേകത, അന്ന് ഹാളിലൊരു 300 പേർക്ക് താഴെയുള്ളൂ. പക്ഷേ കച്ചേരി തുടങ്ങി ഏകദേശം 2-2.5 മണിക്കൂർ അദ്ദേഹം പാടി അവസാനിക്കുന്നത് വരെ ഒരാൾ പോലും, ഒരു ആസ്വാദകൻ പോലും ആ ഹാളിൽ നിന്നും ഇറങ്ങിയില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒന്ന്. അത്രയും നല്ല ആലാപന രീതിയും പ്രേക്ഷകരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവുമുള്ള ഒരു വലിയ കലാകാരൻ. അന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുവഴി പോകുമ്പോൾ ഈ തുളസീവന സംഗീതോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നവരെ മിക്ക ദിവസങ്ങളിലും കച്ചേരി കേൾക്കാനും മറ്റ് കലാപരിപാടികൾ കാണാനുമൊക്കെ അവിടെ ചെല്ലാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് നമസ്കാരം സാർ എന്ന് പറഞ്ഞ് അടുത്ത് ചെല്ലുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സൂര്യ ഫെസ്റ്റിവലിൽ വെച്ച് കണ്ടതും കുറേ ഫോട്ടോ എടുത്തതും ഓർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, സൂര്യ ഫെസ്റ്റിവലിൽ വെച്ച് കണ്ട അത് നിങ്ങളല്ലേ? ഞാൻ ചിരിച്ചു പറഞ്ഞു, അതെ സാർ. എങ്ങനെ ഓർത്തെടുത്തു? അതിനൊരു കാരണമുണ്ട്. എന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞു. എനിക്ക് കന്നഡ സംഗീതത്തെ പറ്റിയിട്ട് അധികമൊന്നും അറിയില്ല. 72 മേളകർത്താ രാഗങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ അറിവുകളെ എനിക്കുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ. ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, 72 മേളകർത്താ രാഗങ്ങളുണ്ട് എന്നുള്ള കൃത്യമായിട്ട് പറയാൻ കഴിയുമെങ്കിൽ അയാൾക്ക്, ആ വ്യക്തിക്ക് കർണാടക സംഗീതത്തെ പറ്റിയിട്ട് ഒരു ധാരണയുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു. എത്രയോ വർഷങ്ങൾ മുമ്പാണ്. അപ്പോൾ ആ തലച്ചോറിൽ
ഓരോ മനുഷ്യരും എന്തൊക്കെയോ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നി. ഇന്നിവിടെ നമ്മൾ കാണുമ്പോൾ, ഈ കച്ചേരി കേട്ടപ്പോൾ എന്തു തോന്നി? എൻ്റെ ആലാപന രീതികളെക്കുറിച്ച് എന്നെ വേണേലും പേശലാ എന്ന് പറഞ്ഞ് തമിഴിൽ സംസാരിക്കുമ്പോൾ ഞാൻ മലയാളത്തിലാണ് റിപ്ലൈ ചെയ്തത്. പിന്നെ കുറച്ച് മിക്സിങ് കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ കൂടെ മൃദംഗം വായിച്ചവരും എല്ലാം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കുറച്ച് സമയം അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്നത്തെ ആലാപനം കേട്ടിട്ട് എന്ത് തോന്നി? പരീക്ഷ എഴുതിയിട്ട് കുട്ടികൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ലോകം മുഴുക്കയും അറിയപ്പെടുന്ന ഒരു വലിയ സംഗീതജ്ഞൻ എന്നോട് ചോദിക്കുകയാണ്, ഈ കച്ചേരി കേട്ടിട്ട് എന്ത് തോന്നി? ഒന്നും അറിയാത്ത ഞാൻ എന്ത് പറയാനാണ്? എങ്കിലും വെച്ചൊരു കാച്ച്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ചിലതൊക്കെ ഏത് രാഗത്തിലാണ് പാടിയത് എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം, ഞാനത് ശ്രീ കുടമാളൂർ ജനാർദ്ദനോടും കണ്ട് സംസാരിച്ചാൽ ചോദിച്ചിട്ടുള്ള, എനിക്ക് ഇന്നും ആയിരക്കണക്കിന് കച്ചേരി കേട്ടിട്ടും ഇന്നും മനസ്സിലാകാത്ത ഒരു ചിന്ത, രാഗവിസ്താരം ചെയ്യുമ്പോൾ, രാഗവിസ്താരം കഴിഞ്ഞ് അത് വയലിനിൽ വീണ്ടും വായിക്കുമ്പോൾ ഈ വായിച്ചത് തന്നെയാണോ വയലിനിസ്റ്റ് വായിക്കുന്നത്? അല്ലെങ്കിൽ ഇത്രയും ഡെപ്തോടുകൂടി, ഇത്രയും അഗാധതയോടുകൂടി അതിലൊന്നും തെറ്റാണ്ട് അതേപടി വായിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് അത് രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇതാണ്, ഇഡ്ഡലിയും തൈര് സാധവും ഓരോന്നിനും ഓരോ ടേസ്റ്റല്ലേ. പക്ഷേ സ്ഥിരമായിട്ട് തൈര് സാധം ഉണ്ടാക്കുന്ന ആളിന് അതിൻ്റെ രുചി അറിയാമല്ലോ. അതേപോലെയാണ് സംഗീതം ഉൾക്കൊണ്ട ഒരാൾക്ക്, സംഗീതത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക്, പാടുന്നയാൾ എങ്ങനെയാണോ ഒരു രാഗം വിസ്തരിക്കുന്നത്, ആ രാഗത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പഠിച്ചവനായിരിക്കും വയലിനിസ്റ്റ്. അതിൽ സംശയം ഏതും വേണ്ട. ഞാൻ ഏത് തരത്തിൽ മൂളിയാലും അത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് വായിക്കുന്ന വയലിനിസ്റ്റിനുണ്ട്. സാറേ, ഞാനത് ചോദിക്കാമെങ്കിലും എനിക്ക് ഇന്നവരെ അതിൻ്റെ പൂർണ്ണമായ രൂപം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, സുഹൃത്തെ, ഞാൻ എത്രയോ വർഷം കൊണ്ട് പാടുന്നു. ഇന്ന് ഞാനും ഒരു പൂർണ്ണതയിലും എത്തിയിട്ടില്ല. വലിയ സംഗീതജ്ഞൻ എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ പാടുമ്പോൾ, സ്റ്റേജിൽ കയറി ഇരിക്കുമ്പോൾ തുടങ്ങും എൻ്റെ ശ്വാസക്രമീകരണത്തിന് പല താളങ്ങൾ. കാരണം കേൾവിക്കാരായ ആളുകളുടെ ഇടയിൽ, ആളുകളുടെ മനസ്സിൽ എന്നിൽ നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവർ അതിനെ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് പറയാവതല്ല. അപ്പോൾ ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. ഇത്രയും കച്ചേരികൾ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഓരോ ആസ്വാദകരും, ഓരോ പ്രേക്ഷകരും, ഓരോ കലാകാരന്മാരും ഇതേ അവസ്ഥ തന്നെയാണ് കടന്നു പോകുന്നത്. ഇതേ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് നിസ്സംശയം പറയാം. എന്തായാലും എൻ്റെ കച്ചേരി കേൾക്കാൻ വന്നതും വീണ്ടും സംസാരിക്കാൻ ഇടവന്നതുമൊക്കെ വലിയൊരു സൗഭാഗ്യമായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തെക്കുറിച്ച് 1948 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ
നാഗപട്ടണത്ത് ജനനം. പ്രമുഖ കർണാടക സംഗീതജ്ഞനായ മധുരൈ TN ശേഷഗോപാലൻ, മധുരൈ തിരുമലൈ നമ്പി ശേഷഗോപാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പൂർണ്ണ രൂപം. സംഗീത അധ്യാപകനായ അദ്ദേഹം ഹരികഥാ വ്യാഖ്യാനത്തിലും തില്ലാന, ഭജൻ എന്നിവയിലും ജുഗുൽബന്ദിയിലും വായ്പാട്ട്, വീണ, ഹാർമോണിയം എന്നീ ഉപകരണങ്ങളിൽ വൈവിധ്യം തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ ഏതാനും കൃതികളും അദ്ദേഹം ചിട്ടപ്പെടുത്തി. പത്മഭൂഷൺ, ഗായക ശിഖാമണി, സംഗീത കലാനിധി തുടങ്ങി ചെമ്പൈ പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്നും സംഗീത ലോകത്ത് നിറ സാന്നിധ്യമായ അദ്ദേഹത്തെ അന്ന് കണ്ടതും സംസാരിച്ചതും അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ കേട്ടതും ഒക്കെ ഇന്നത്തേതുപോലെ ഓർമ്മയിൽ തെളിയുന്നു. ഒരു കലാകാരന് വേണ്ട ഏറ്റവും വലിയ കാര്യം ആസ്വാദകരോട് വളരെ സ്നേഹത്തോടും ഊഷ്മളതയോടും പെരുമാറുക. പലരെയും കണ്ട് പലരുമായും സംസാരിക്കുമ്പോഴും ഒരു വിഭാഗം ചിന്തിക്കുന്ന ചിന്തകൾ പാവയ്ക്കാന്നീര് നമ്മൾ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വാരസ്യം ഉണ്ടല്ലോ, അതുപോലെയാണ്. കലാകാരൻ നിറഞ്ഞ മനസ്സും നിറഞ്ഞ സ്നേഹവും കുലീനത്വവും ഭവ്യതയും വിനയവും എല്ലാം ഒത്തുചേർന്ന ഒരാളായിരിക്കണം എന്നാണ് എൻ്റെ വിവക്ഷ. ഇനിയും ധാരാളം പേർ, 35 വർഷം എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ, കണ്ടതും സംസാരിച്ചതും ആ ഓർമ്മകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഞാനത്ര കേമനൊന്നുമല്ല. ഇന്നലെ ഒരു വ്യക്തി 200ാമത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് എഴുതിയിരിക്കുകയാണ്, ഇത്രയും ഒക്കെ ആൾക്കാരെ കണ്ടിട്ടും നിങ്ങളെന്തേ ഒന്നും അല്ലാതായി? ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഞാനെന്താണെന്ന് നിങ്ങളാണ് വിധി പറയേണ്ടത്, അല്ലാണ്ട് ഞാനല്ല. പക്ഷെ ഞാൻ കണ്ടുമുട്ടിയവർ, എൻ്റെ ഓർമ്മകൾ, എൻ്റെ അനുഭവങ്ങൾ, ഇവിടെ നിരാശതയുടെയോ അല്ലെങ്കിൽ പകപോക്കലിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നതോ ഒന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഞാൻ കണ്ട, പരിചയപ്പെട്ട, സംസാരിച്ച നൂറുകണക്കിന് പ്രതിഭകൾ ഇനിയുമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോ പ്രതിഭയെയും എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെ കണ്ടു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഭാരതം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ച ഒരു വലിയ കർണാടക സംഗീതജ്ഞൻ, അദ്ദേഹവുമായിട്ടുള്ള സംസാരവും ഓർമ്മകളുമാണ് നിങ്ങളോട് പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.